2025 ആയപ്പോഴും യു കെയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ ഒന്നും തന്നെ ഇപ്പോഴും വരുന്നില്ല. ഇത്രയും നാളും നമുക്കറിയാം നാട്ടിൽ നിന്ന് ധാരാളം ആൾക്കാർ T2 വിസകളിലും സ്റ്റുഡൻറ്റ് വിസകളിലും അവരുടെ ഡിപ്പെൻഡൻറ്റ് വിസകളിലുമൊക്കെ യു കെയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷേ 2024 ഒരു ലാസ്റ്റ് ആയപ്പോഴേക്കും 2025 ഇപ്പോഴും ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആയപ്പോഴേക്ക് യു കെയിലേക്ക് ഇതേപോലെ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. 2025 ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം കുറച്ച് സ്വാന്തനം നൽകുന്നതാണ്. അതായത് കുറച്ച് സന്തോഷം നൽകുന്ന വാർത്തകൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്. അതായത് ഇവിടെ വന്നിട്ടുള്ള ഒരു മിനിമം ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഡിഫറൻറ്റ് വിസയിലൊക്കെ വന്നിട്ട് ഈ ഒരു വെയർ ഹൗസിലോ അല്ലെങ്കിൽ കാർ വാഷുകളിലോ റെസ്റ്റോറൻറ്റുകളിലോ ഇതേപോലെയുള്ള നെയിൽ ബാറുകളിലോ ഒക്കെ ജോലി ചെയ്യുന്ന സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാഷണൽ ലിവിങ് വേജ് യു കെ ഗവൺമെൻറ് വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട് പോകുന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ നമ്മളിത് പറയുമ്പോഴെല്ലാവരും പറയും ഈ ഒരു 15 20 അല്ലെങ്കിൽ 50 കൂട്ടിയിട്ട് നമുക്ക് എന്ത് ആകാനാണ്. യു കെയിലെ നാഷണൽ ലിവിങ് വേജും അതുപോലെ തന്നെ നാഷണൽ മിനിമം വേജും ഏപ്രിൽ 1-ാം തീയതി മുതൽ കൂട്ടാൻ പോകുന്നു എന്നുള്ളത് വളരെയധികം ആശ്വാസകരമാണ്. അതായത് നമ്മളെപ്പോലൊക്കെ യു കെയിൽ എത്തി സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും നാളും 11 പൗണ്ട് 41 പെൻസാണ് ലഭിച്ചതെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ, അതായത് ഇവിടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പോൾ ഏപ്രിൽ 1 മുതൽ ഇനിയിപ്പോൾ ഇവിടെ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും 21 വയസ്സിന് മുകളിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് 12 പൗണ്ട് 21 പെൻസായിരിക്കും. അതായത് ഏകദേശം ഒരു 77 പെൻസിൻ്റെ ഇൻക്രീസാണ് ഇനിയിപ്പോൾ ഉണ്ടാകാനായിട്ട് പോകുന്നത്. മാത്രമല്ല ഒരു നാഷണൽ മിനിമം വേജ്, അതായത് 18 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് 10 പൗണ്ടാണ്. ഇതുവരെ എങ്ങാണ്ട് 8 പൗണ്ട് 60 പെൻസായിരുന്നു ലഭിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ 10 പൗണ്ടായിരിക്കും ഈ ഒരു വിഭാഗത്തിലെ ആൾക്കാർക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ 16 മുതൽ 17 വയസ്സ് വരെയുള്ള അപ്രന്റീസ്ഷിപ്പ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ 7 പൗണ്ട് 55 പെൻസായിരിക്കും. ഇത് നമ്മൾ ജനറലി നോക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം ഇതാണ്, ഇത്രയൊക്കെ കിട്ടും നമുക്കിപ്പോൾ എന്താവാനാണ്. പക്ഷെങ്കിൽ നമുക്ക് ഇത്രയും ഒരു പൈസ കൂടുതൽ, ഒരു മണിക്കൂറിൽ 77 പെൻസെങ്കിലും നമുക്ക് കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫിന് കുറച്ചൊരു ആശ്വാസമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏകദേശം ഒരു 3 മില്യൺ ആൾക്കാർക്ക്, ഏകദേശം ഒരു 30 ലക്ഷം ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. എന്തായാലും ഒരു ഏപ്രിൽ മാസ സാലറി ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സാലറി സ്ലിപ്പ് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഏതെങ്കിലും കാരണവശാൽ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എംപ്ലോയറുടെ HR-ഉമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഏപ്രിൽ മാസം 1 മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ മിനിമം 12 പൗണ്ട് 21 പെൻസായിരിക്കും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 13 പൗണ്ടിനൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അവരുടെ സാലറിയും ക്രമാതീതമായിട്ട് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളിപ്പോൾ ഒരു സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്തെങ്കിൽ ഇവിടുത്തെ മിക്കവാറുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ എബവ് നാഷണൽ ലിവിങ് വേജ് ആണ് അവർ കൊടുക്കുന്നത്. കാരണം ലിഡിലോ അല്ലെങ്കിൽ ടെസ്കോയോ അല്ലെങ്കിൽ ഈ അസ്ത പോലുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ എന്തായാലും ഒരു 50 പെൻസ് നിങ്ങൾ കൂടുതലായിരിക്കും ലഭിക്കുന്നത്. ഇനിയിപ്പോഴേ 12-21 നാഷണൽ ലിവിങ് വേജ് എന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കമ്പനികളെല്ലാം തന്നെ അവരൊരു 50 അല്ലെങ്കിൽ 60 അവർ കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പ്രയോജനം ലഭിക്കാൻ പോകുന്ന ഈ ഒരു 3 മില്യൺ ആൾക്കാർക്കൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. നമുക്ക് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഒരു 1400 പൗണ്ടൊക്കെയാണ് വർഷം ഇവർ പറയുന്നത് കൂടുതൽ സാലറി കിട്ടുമെന്നുള്ളത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇതിൽ കൂടി വരാനായിട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ യു കെയിലൊക്കെ ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ നേഴ്സിംഗ് ഹോമുകളിലൊക്കെയാണ്. അതുപോലെ തന്നെ ഈ കാർ വാഷുകളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള പലർക്കും സിക്ക് പേ ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മിക്കവാറുമുള്ള നേഴ്സിംഗ് ഹോമുകളൊന്നും തന്നെ സിക്ക് പേ അവർ കൊടുക്കാറില്ല. നല്ല നല്ല നേഴ്സിംഗ് ഹോമുകളാണെന്നുണ്ടെങ്കിൽ അവർ സിക്ക് പേ കൊടുക്കാറുണ്ട്. പക്ഷേ സിക്ക് പേ കിട്ടാത്ത ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ സിക്ക് പേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം സിക്കായി കഴിഞ്ഞാൽ നമ്മൾ സിക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സാലറിയെ അവരത് ഡിഡക്റ്റ് ചെയ്യും. നല്ല നേഴ്സിംഗ് ഹോമുകളോ അല്ല NHS ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളിലൊക്കെ
ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ NHS ഹോസ്പിറ്റലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ചയൊക്കെ സിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സിക്ക് പേ നമുക്ക് കിട്ടും, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കമ്പനികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള നേഴ്സിംഗ് ഹോമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ നമുക്ക് ലഭിക്കുന്നതിന് മിനിമം 3 ദിവസമെങ്കിലും നമ്മൾ സിക്കായിരിക്കണം. മാത്രമല്ല ആഴ്ചയിൽ ഒരു 123 പൗണ്ടെങ്കിലും നിങ്ങൾ മിനിമം സമ്പാദിക്കുന്ന ഒരു ആളുമായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അവർ സിക്ക് പേ കൊടുക്കുകയുള്ളായിരുന്നു. എന്നാൽ ഗവൺമെൻറ് ഇപ്പോൾ ലേബർ ഗവൺമെൻറ് ഇതെല്ലാം തന്നെ ഉടച്ചു വാർക്കാനായിട്ട് പോകുന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചോളം നിങ്ങളിപ്പോൾ ഒരു നേഴ്സിംഗ് ഹോമിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കമ്പനികളിലോ ഒക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനിയിപ്പോഴേ സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ, അതായത് നിങ്ങൾ ആദ്യ ദിവസം തന്നെ നിങ്ങളൊരു സിക്ക് ആവുന്ന ദിവസം തന്നെ നിങ്ങൾക്കതിലൊരു 80% സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ നൽകണം എന്നുള്ള പുതിയൊരു നിയമം കൂടി ഗവൺമെൻറ് കൊണ്ടുവരാനായിട്ട് വരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയ സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള നേഴ്സിംഗ് ഹോമുകളിലാണ്, അവിടെ സിക്ക് പേ തരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി മുതൽ ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്ക് ആവുന്ന ആദ്യ ദിവസം മുതൽ നിങ്ങൾക്ക് 80% സിക്ക് പേ നൽകേണ്ടതായിട്ട് വരും. നിങ്ങളിപ്പോൾ 123 പൗണ്ട് സമ്പാദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ 500 പൗണ്ട് സമ്പാദിക്കുന്നത് ഒരു പ്രശ്നമൊന്നുമല്ല. നിങ്ങൾ ഇപ്പോൾ എത്ര സമ്പാദിച്ചാലും നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ, അതായത് ഒരു 80% സിക്ക് പേ കൊടുക്കണമെന്നുള്ള ഒരു പുതിയ നിയമം കൂടി വരുന്നു. അടുത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് UK വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളമാണ്. നമുക്കറിയാം കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ധാരാളം ആൾക്കാരാണ് ഈ UK വന്നിട്ടുള്ളത്. ദുബായിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടുത്തെ ലൈസൻസ് നമുക്ക് ഇവിടെ വന്നിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഇവിടെ വന്നിട്ട് വണ്ടിയൊക്കെ ഓടിച്ചു തുടങ്ങി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ലൈസൻസ് കൊണ്ട് 1 വർഷം ഓടിക്കുമ്പോൾ ആ 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ച് മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാവരും തന്നെ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ട്. കാരണം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും പഴയ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ട സമയത്ത് നിങ്ങൾ പുതുക്കിയിരിക്കണം. അതായത് നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. ഇപ്പോൾ 10 വർഷത്തിന് മുമ്പ് ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കാലാവധി എപ്പോൾ തീരുന്ന ഒരു 10 വർഷം കഴിയുമ്പോഴാണ്. പക്ഷേ നമ്മൾ ആരും അതിൻ്റെ ഡേറ്റ് ഓർത്തിരിക്കാറില്ല. പലപ്പോഴും DVLA ഒന്നും നമ്മളോട്ട് അറിയിക്കാറുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു 10 വർഷം കഴിഞ്ഞ കാലാവധി കഴിഞ്ഞ ലൈസൻസൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പോലീസ് പിടിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അയ്യോ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞല്ലോ, നമ്മൾ റിന്യൂ ചെയ്തില്ലല്ലോ. അതുപോലെ തന്നെ നമ്മളിപ്പോഴേ ആദ്യമായിട്ടൊക്കെ ഇവിടെ UK വന്നിട്ടുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ റെൻ്റൽ വീടൊക്കെ എടുത്താണ് ആ ഒരു സമയത്തായിരിക്കും ലൈസൻസ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടൊക്കെ വീട് മേടിച്ചോ അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് നമ്മൾ വാടകയ്ക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഈ ലൈസൻസ് മാറാറില്ല. അപ്പം നമ്മളൊരു ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നമ്മളെ പോലീസ് പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ലൈസൻസ് ചെക്ക് ചെയ്യുമ്പോൾ ആ ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും മാറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത് ഒരു പണിഷ്മെൻ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഏകദേശം 2 മില്യൺ ആൾക്കാരാണ് ഇതിപ്പോഴേ ബാധകമാകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് എക്സ്പയർഡ് ആകുന്നതിന് മുമ്പായിട്ട് നിങ്ങളത് റിന്യൂ ചെയ്തിരിക്കണം. മാത്രമല്ല നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അത് DVLA ഇൻഫോം ചെയ്തിരിക്കണം. നിങ്ങൾ പുതിയ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. ഏകദേശം ഒരു 14 പൗണ്ട് എങ്ങാണ്ടാണ് അതിന് വേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു പൗണ്ട് ഓൺലൈനിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസും കൂടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ അഡ്രസ്സിൽ നിങ്ങളുടെ ലൈസൻസ് വരും. അല്ല നിങ്ങളുടെ 10 വർഷം കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ലൈസൻസ് റിന്യൂ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ലൈസൻസ് ലഭിക്കുകയും ചെയ്യും. ഏകദേശം ഒരു 1000 പൗണ്ട് വരെയാണ് ഇതിന് നൽകുന്ന പിഴ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ UK ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മൾ വണ്ടിയിൽ നിന്ന് ഒരു കാരണവശാലും ഇപ്പോഴേ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ ഈ ലൈസൻസ് ഇല്ലാതെയൊക്കെ ആയിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പക്ഷേങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസിൻ്റെ പേപ്പറുകൾ, അതുപോലെ തന്നെ MOT സർട്ടിഫിക്കറ്റ്, ഇത് 3 നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നാണ്. അതായത് ഒരു പോലീസ് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ MOT, എനിക്കറിയില്ല എന്താണെന്ന്
അറിയാവുന്ന, കാരണം ഇപ്പോൾ MOT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം അറിയാവുന്ന കാര്യമാണ്. പോലീസ് കടയിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. പക്ഷേ എന്നിട്ടും അവരങ്ങനെ ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നു. ഇനി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലൈസൻസ് നമ്മൾ കാണിക്കണം, അതുപോലെ തന്നെ MOT സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു പേപ്പർ നിങ്ങൾ കാണിക്കണം, അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചിരിക്കണം. നിങ്ങളുടെ ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് എത്രമാത്രം വലിയൊരു പ്രശ്നത്തിലേക്ക് മാറുമെന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ MOT ഇല്ലാതെ, ഇൻഷുറൻസ് ഇല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി ഓടിക്കരുത്. പിന്നെ നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ MOT ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ പിടിക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാം നിങ്ങളിതൊക്കെ ലൈസൻസ്ഡ് ആണെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾ MOT സമയത്തിന് ചെയ്തില്ല, നിങ്ങളുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നല്ലാതെ നിങ്ങൾ വണ്ടി വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളെ അവർ പിടിക്കും. വലിയ രീതിയിലുള്ള പെനാൽറ്റി ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നാട്ടിൽ നിന്നൊക്കെ UK വന്നിട്ട് 1 വർഷം വരെയാണ് അവർക്കിവിടെ നമ്മുടെ ലൈസൻസ് വെച്ച് ഓടിക്കാൻ പറ്റുന്നത്. അതിനുശേഷവും നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ശിക്ഷയായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആക്സിഡൻ്റൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വലിയ പണിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഡ്രൈവിംഗ് പഠിച്ച് പാസ്സായിട്ട് ലൈസൻസ് എടുക്കുക. ഇതൊക്കെയാണ് പുതിയതായിട്ട് UK ഇപ്പോഴും വന്നിരിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.